ഹായ് ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ്. ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ആദ്യം ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് ജ്വല്ലറി പോയി. അത് എന്താണെന്ന് അവസാനം കാണിച്ചു തരാം കേട്ടോ. സർപ്രൈസ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സർപ്രൈസ് വീഡിയോ ഒന്നും എടുക്കാൻ അറിഞ്ഞൂടെ, കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തൊരു വീഡിയോ ആണ്, കാരണം ആ കൊച്ചില്ലല്ലോ. അപ്പോൾ ആ കൊച്ചിനെ മറച്ചുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ എടുക്കേണ്ടത്. അവസാനം ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നിനക്ക് ഞാനൊരു സർപ്രൈസ് തരണുണ്ട്, അതുകൊണ്ട് നീ കുറച്ച് നേരം ഒന്ന് വെളിയിലിരിക്കണം, എനിക്ക് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിനെ വെളിയിറക്കി നിർത്തിയിട്ടാണ് ഞാൻ ഇത് പാക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക വീട്ടിലെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഞാൻ തന്നെയാണ് റെഡിയാക്കിയത്. അതിൽ എനിക്ക് കുറച്ച് പൈസ നഷ്ടം വന്നു, എന്നാലും അത് കുഴപ്പമില്ല ഗൈസ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് എല്ലാം എൻ്റെ തലയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു മാറി നിൽക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ബർത്ത്ഡേ അന്നാണ് കേട്ടോ, അന്നാണ് എനിക്ക് സമയം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് വലുതായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും മീൻസ് ഞാൻ ചെയ്താൽ ഇത് വലുതായിട്ട് വർക്കൗട്ട് ആവില്ല, ഇന്ന് വരെ ആയിട്ടില്ല. കാരണം അതെല്ലാം ആ കൊച്ച് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യും. ആ കൊച്ച് ഭയങ്കര അടാർ പ്ലാനിങ് ആണ്. എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ വിചാരിക്കാത്ത രീതിയിലാണ് ആ കൊച്ച് ഓരോ ദിവസവും ഓരോ ഇയർലി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ തരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. ഇത്തവണ അങ്ങനെ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാനൊരു നല്ല ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ എല്ലാവരുടെയും ഗിഫ്റ്റ് ഞാൻ എന്താ ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മണ്ടിയാണേ. ഞാനാണെങ്കിൽ ഫാൻസിയിൽ പോയി ഒരേപോലുള്ള പേപ്പർ മേടിച്ചേ. ശരിക്കും പറഞ്ഞാൽ പല പല കളർ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എടുപ്പ് കിട്ടിയേനെ. ഇനിയിപ്പോൾ എന്ത് പറയാൻ, എല്ലാം എന്താ ഒരമ്മ പറ്റിയ ഇരട്ടകൾ പോലെയുണ്ട്. അങ്ങനെ ഞാൻ അത് അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണെന്ന് ആ കൊച്ച് പറഞ്ഞു തരുവേ. ഓക്കെ, അതാ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആഘോഷവും ഇല്ലായിരുന്നേ, ഒരു കേക്ക് മുറിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കറക്റ്റ് ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ മുടക്കം വരും. അതുപോലെ അന്നൊരു വലിയ തടസ്സം വന്നായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ചെറിയ കേക്ക് മുറിപ്പിൽ നിർത്തി. പിന്നെ ആ കൊച്ചിന് സർപ്രൈസ് കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമാണ്. കുരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങാൻ. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് നോക്കണുണ്ട്. സിൽക്കി അടുത്ത് കയറിയിട്ടുണ്ട്. സിൽക്കി വിചാരിച്ചേക്കണത് ഇപ്പോൾ സിൽക്കിക്ക് ഓരോന്ന് കിട്ടുമെന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും കൊടുക്കണ തിരക്കില്ലായി പോയി. ഫോൺ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ മൊമെൻറ്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നു എന്നല്ലാതെ ഭയങ്കര രസകരമായ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് വീഡിയോ ഒന്നുമല്ല. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ അറിഞ്ഞൂടെ. ഇനി ഞങ്ങളത് പഠിച്ചോളാം. ഇത് ഞാൻ കൊടുത്ത ബോക്സ്, മറ്റേ ബോക്സില്ലേ ഞാൻ പൊതിഞ്ഞുകൊണ്ടിരുന്ന, അതാണ്. ഈ ചെരുപ്പി കൊച്ചിനിക്ക് ഇടാൻ തരുമോ എന്തോ. ഇതെന്തായാലും അടിച്ച് മാറ്റണം. ഞാൻ ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് ഗൈസ്. കാരണം ഞങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാം ഞങ്ങൾക്ക് സെയിം അളവാണ്. ഓക്കെ, അപ്പോഴിതാ ഈ ഉടുപ്പ് ഇതെല്ലാം ഈ കൊച്ചി ഒരു ഷോപ്പിനടുത്ത് കാണിക്കുന്നതാണ്. പിന്നെ അവസാനം ഈ കൊച്ചിൻ്റെ ഒരു വമ്പൻ വ്ളോഗ് വരുന്നുണ്ട്. ഈ കൊച്ചി ഇതെല്ലാം അവസാനം ഓരോന്നായിട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ച് ആർട്ടിഫിഷ്യലായിട്ട് സന്തോഷം ഇടണമെന്നാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ കൊച്ച് നിർവികാരിയായ ഒരു ജീവിയാണ്. പ്രത്യേകിച്ച് വികാരമൊന്നും വലുതായിട്ട് വരാറില്ല. പിന്നെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഓക്കെ, ഇനി അടുത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ ഗിഫ്റ്റാണ്. ഇത് എൻ്റെ തലയിലാണ് വന്നത്. പക്ഷേ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ കുറച്ച് നഷ്ടക്കണക്കുള്ള കാര്യം പറഞ്ഞില്ലേ, ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത് നല്ലതുപോലെ ആ കൊച്ച് പിന്നീട് കാണിച്ചു തരും. കാരണം നമുക്കിവിടെ ഒന്നിനും സമയമില്ലായിരുന്നു ഗൈസ്. കാരണം ഈ ഗിഫ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും വലിച്ചു പൊടിച്ച് തുറന്നിട്ട് വേണം നമുക്ക് ബാക്കിയിരിക്കണ കേക്ക് തിന്നാൻ. ഓക്കെ, അങ്ങനെ ശ്യാംകുട്ടൻ അപ്പോഴാണ് കാണുന്നത്. ശ്യാംകുട്ടൻ അന്തം വിട്ട് നിൽക്കണേ. ശ്യാംകുട്ടൻ അപ്പോഴേ ബുക്ക് ചെയ്ത് ഇത് നമ്മൾക്ക് ഇവിടെയാണ്, ഇത് നമ്മളിവിടെയാണ് വെക്കാൻ പോണത്. ഇതെന്തായാലും അങ്ങ് കൊണ്ടുപോകാൻ സമ്മതിക്കൂല. നമ്മൾ അമ്മാമ്മേരെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ സെക്കൻഡ് ഹോം അല്ല, ഫസ്റ്റ് ഹോം തന്നെയാണ്. ഞങ്ങൾ അവിടെയാണ് നിൽക്കാറുള്ളത്. ഇപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അവിടെ നിന്നാണേ. ഓക്കെ, എന്നിട്ട് ഈ കൊച്ചിൻ്റെ കുറച്ച് ഷോ ഓഫാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാനുണ്ട്, സിൽക്കിയുണ്ട്, എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞത് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഈ കൊച്ചിപ്പോൾ സർപ്രൈസായി തലയിറങ്ങി ബോധം കെട്ടുകൊണ്ട് ഇവിടെ കിടന്ന് അഭിനയിക്കുമെന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ വികാരം കണ്ട് തലക്കിടെ ഒരൊറ്റ അടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഒരു വികാരവും ഇല്ലായിരുന്നു. ഈ കൊച്ചിങ്ങനെ നോക്ക്, കണ്ടാ ഈ കൊച്ചിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ല. ഈ കൊച്ചിനെ കളിയാക്കിയതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്.
കണ്ട ഈ കൊച്ചിൻ്റെ ആക്ഷൻ കണ്ട. ആ കൊച്ച് ചുമ്മാ ഇരുന്ന് കിണിക്കല്ലാതെ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ഇട്ടിട്ടില്ല ഗൈസ്. അത് എനിക്ക് ഇന്ന് വിഷമമുണ്ട്. പിന്നെ അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞ അത് എനിക്കതിന് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനാണെന്നാണ് തോന്നുന്നത്. ഡയമണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചൊന്ന് ഞെട്ടി. ഞാൻ എന്താ കിടിലല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് വാങ്ങേണ്ടി വന്നു ഗൈസ്. കാരണം ആ കൊച്ച് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും നല്ല സൂപ്പറായിട്ടാണ് തരണത്. പിന്നെ ഞാൻ മാത്രം അങ്ങനെ കൊടുക്കണ്ടെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഒട്ടും വെട്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എല്ലായിടത്തും എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും തുടങ്ങണം എന്നുള്ള ഡൗട്ട് കൊണ്ട് ഞാൻ ആദ്യം ചേച്ചിയുടെ പെട്ടിയാണ് പൊട്ടിച്ചത്. ആ കൊച്ചിൻ്റെ പെട്ടി തുറക്കാമെന്ന് വിചാരിച്ച് അത് തുറക്കുവാണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതിൽ ആ കൊച്ചു വാങ്ങിച്ചു തന്ന സാധനങ്ങളായിരുന്നില്ല, വേറെ എന്തൊക്കെയോ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതെനിക്ക് സിന്ധു വാങ്ങിച്ചു തന്നൊരു ചുരിദാറിൻ്റെ തുണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മറ്റേ ചുങ്കിടി വർക്ക് വരുന്നതുകൊണ്ടല്ലോ, ഇതിൽ ഞങ്ങളാണ് ഇതിൻ്റെ നൂലൊക്കെ പൊട്ടിച്ച് കളഞ്ഞത് കേട്ടോ. അതോടുകൂടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നല്ല രസമായിരുന്നേ. നല്ല കളർ കോമ്പിനേഷനും ചുവപ്പും നീലയും കൂടെ വരുന്ന പുള്ളി കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് തയ്ക്കുന്ന വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഉടനെയല്ല, വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇതിലെന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. രണ്ടാമത് എനിക്ക് കിട്ടിയത് ഇതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഗിഫ്റ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഗിഫ്റ്റ്സ് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതെനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. ഒരു അടിപൊളി തൊപ്പി ഉണ്ടായിരുന്നു അതിനകത്ത്. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. കാരണം എനിക്ക് തൊപ്പി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തൊപ്പിയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. എവിടെയെങ്കിലും കിട്ടുന്ന തൊപ്പി വെച്ചിട്ടാണ് നടക്കാറ്. അതുകൊണ്ട് പുതിയൊരു തൊപ്പി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ചെരുപ്പ് ഇതെനിക്ക് ആ കൊച്ചു വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഇത് ഞാൻ ബാഗിനകത്ത് ഒരു പ്രശ്നവും പറ്റാതിരിക്കാൻ വേണ്ടി എടുത്ത് ഇതകത്ത് വെച്ചതാണേ. പിന്നെ ഇതിനകത്ത് കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പുറത്തെടുക്കുവേ. ഇത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ഇത് അവസാനമാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ചധികം കമ്മലുകളും അങ്ങനെയുള്ള കുറച്ച് ഫാൻസി ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ്. അപ്പോൾ ഒരു നല്ല അടിപൊളി വളയും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ലെയർ വരുന്ന വളയുണ്ടല്ലോ, അത് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും വാങ്ങിക്കണമെന്ന്. പക്ഷേ ഇതുവരെ ഒന്നുപോലും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരു അടിപൊളിയായിട്ട് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു മാലയാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ മീഷോയിലൊക്കെ തരംഗമായിരുന്നു ഈ മാല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടി ആ മാല. ഇത്രയും കമ്മലുകളും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ ബാഗും അടിപൊളി ബാഗായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ബാഗായിരുന്നു. പിന്നെ ബാഗിനകത്ത് ഒരു സാധനം കൂടെ വയ്ക്കാൻ പോയപ്പോഴാണ് കിട്ടിയത് എൻ്റെ ഫേവറേറ്റ്, എല്ലാവരുടെയും പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. അതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ലാക്മേഡതാണ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇനി അടുത്ത സാധനം ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം. ഇനി അടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. എനിക്കിഷ്ടം പോലെ ഡ്രസ്സ്. ഞാൻ എപ്പോഴും എല്ലാവരുടെയും നേരത്തെ പറയും കേട്ടോ, എനിക്ക് നിങ്ങളെല്ലാവരും ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക്, ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു തരണമെന്ന്. കാരണം എനിക്ക് അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോഴിതാ കുറച്ചധികം ഡ്രസ്സുകൾ ഞാൻ എല്ലാവരുടെയും പറയും, ഒരു പാൻറ്റൊന്നും വാങ്ങിക്കണ്ട, ഉടുപ്പുകൾ ഒരു പാൻറ്റിൻ്റെ വിലയ്ക്ക് ഒരു 3-4 ഉടുപ്പുകൾ ഒരുമിച്ച് വാങ്ങിച്ചിടുന്നു. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ചധികം എനിക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ആദ്യം എടുത്ത വൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞെടുത്ത പച്ച. പിന്നെ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അടിപൊളിയല്ലേ? ഭയങ്കര രസമാണ്. ഇതിലെ ആ ഫ്ലോറൽ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് എല്ലാം ഫേവറേറ്റ്, ഒന്നിനൊന്ന് എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസാണ് എല്ലാം. ഇതൊരു ഷർട്ടാണ് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ കയറി ബാക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു മോഡൽ ഷർട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ പൂവൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആ കൊച്ച് ഗിഫ്റ്റ് തന്ന ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ട് കഴുകി കേട്ടോ. അതാണ് ഈ കൊരത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഐറ്റമാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി വൈസ് എല്ലാം അടിപൊളി. ഒരു ജോഗർ പാൻറ്റാണ്. അത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ അത്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ എപ്പോഴും പറയാമായിരുന്നു ഈ ഫോട്ടോ എന്തായാലും ഫ്രെയിം ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് മമ്മി ഇത് സർപ്രൈസായിട്ട് ഫ്രെയിം ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര ആ കൊച്ചാണ് റെഡി ആക്കിയെന്ന് വിട്ടിരുന്ന് പറയുകയാണെ. പക്ഷേ എനിക്ക് മമ്മിയാണ് തന്നത്. അതുകൊണ്ട് ഞാൻ മമ്മിയുടെ പേരെ പറയാറുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത ഐറ്റം നിങ്ങൾ ഞെട്ടും ഗൈസ്. അടുത്ത എന്താണ്? എൻ്റെ സിൽക്കിയെ പോലെ ഒരാൾ എൻ്റെ സെയിം സിൽക്കിയുടെ
അതേ രൂപസാദൃശ്യമുള്ള സിൽക്ക് തന്നെ ഒരു തവണ ഞെട്ടിപ്പോയി കേട്ടോ ഇത് കണ്ടിട്ട്. ആദ്യം സിൽക്ക് വിചാരിച്ച് സിൽക്കിക്ക് പകരം വേറെ ആരെയോ കൊണ്ടുവന്നതാണെന്നേ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ സിൽക്കിയെ പോലെ അതുപോലെയാണ് തോന്നിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇത് കണ്ടിട്ട് ഞാൻ സിൽക്കിയെ വിളിക്കുന്നുണ്ട്, സിൽക്കി വാ ഇതിനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സിൽക്കി മൈൻഡ് ചെയ്യാതെ മാറിപ്പോയി കിടക്കുകയാണ്. സിൽക്കിക്ക് ആദ്യം കണ്ടപ്പോൾ സിൽക്കി ഒന്ന് പേടിച്ചായിരുന്നു, നല്ലതുപോലെ പേടിച്ചായിരുന്നു. കാരണം സിൽക്കിയെ പോലെ രൂപസാദൃശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇനി കിട്ടിയ ഡ്രസ്സുകളെല്ലാം ഞാൻ കിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഉടുപ്പ്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ഈ ഉടുപ്പ് മാത്രമാണേ, പാൻറ്റ് അതല്ല കേട്ടോ, പാൻറ്റ് വേറെയാണേ. ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈറ്റ് ഇങ്ങനെ ഫുൾ സ്ലീവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല ലുക്കല്ലേ. അപ്പോൾ എന്നിട്ട് വൈറ്റ് ഷൂവിൻ്റെ കൂടെ പെരയണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഉടുപ്പ്. ഇത് നല്ലതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കുണ്ടായിരുന്നു. രണ്ടാമത്തത് ആ കൊച്ചാണ് ഇടുന്നത്. ഞാൻ അങ്ങനെ ഇടാൻ കൊടുത്തില്ല. പിന്നെ ആ കൊച്ച് പറഞ്ഞ് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് അടുത്ത, ഞാൻ പറഞ്ഞില്ലേ ആ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഉടുപ്പ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ലല്ല, മൂന്നാമത്തത് ആ കൊച്ച് തന്നെ എടുത്തിട്ടെ. ഇതാണ് കുഴപ്പം, എന്തിനുണ്ടെങ്കിലും ആ കൊച്ച് എടുത്തിടും. ഇതാണ് മൂന്നാമത്തെ ഉടുപ്പ്. കാർഗോ പാൻറ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കുക, കാരണം ഇട്ടിട്ട് തേക്കാതെ ഉടഞ്ഞ് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉടയാതെ തേച്ചെടുത്ത് നല്ല സൂപ്പറായിട്ട് കിടക്കും കേട്ടോ. പക്ഷേ ഈ ഉടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര വൃത്തികേടായിട്ട് തോന്നുന്നത്. ഞങ്ങൾക്ക് എടുത്ത സമയത്ത് ഇത്രയും വൃത്തികേടായിട്ട് തോന്നില്ല, ഇപ്പം നല്ല വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയും വൃത്തികേടല്ല, ഇത് അടിപൊളിയാണേ. ഓക്കെ, അടുത്ത് ഇതാണ്. ഇതും അടിപൊളി ഒരു ഉടുപ്പാണേ. നല്ല കയ്യിലൊക്കെ ഡിസൈൻ, കയ്യിലൊക്കെ ഇങ്ങനെ റാ കണക്കത്ത ഇതാണ് വരുന്നത്, ഡിസൈനാണ് വരുന്നത്. ഉടുപ്പിൻ്റെ താഴെയും അതുപോലെയാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ഉടുപ്പേ. ഇത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾക്ക് കയറും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ കയറുമെന്ന് എല്ലാവരും. പക്ഷേ ഞങ്ങൾക്ക് കയറി. ഇതാണ് ഏറ്റവും ഞങ്ങൾ ഈ ഒരു മാസം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഏക കാരണം. ഇത് ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച് ഭയങ്കര സർപ്രൈസായിട്ട് തന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് കൊണ്ടുവന്നു. എനിക്ക് സൈസ് കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ രണ്ടാമത് കൊണ്ടുപോയി. എൻ്റെ സൈസിലുള്ള ഒരെണ്ണം പോലും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവരെനിക്ക് പണിയിപ്പിച്ചാണ് അവസാനം ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ, ഒരു അടിപൊളി ഐറ്റമാണ്. എന്താണ്, എൻ്റെ ആദ്യത്തെ ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡിസൈൻ അടിപൊളിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ വേറെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സൈസിനുള്ള ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ പറഞ്ഞു ഇത് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന്. അങ്ങനെ അവർ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പണിയിപ്പിച്ച് എടുത്തതാണേ. ഇത് കിട്ടാൻ ഇത്തിരി നല്ല ടൈം എടുത്തു, അതുകൊണ്ടാണ് വീഡിയോ വരാനും താമസിച്ചത്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെറിയൊരിതുണ്ടായിരുന്നു, പക്ഷേ ഇത് ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്കിനി കുഴപ്പമില്ല, ഇത് മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഡയമണ്ട് മോതിരം എനിക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡയമണ്ട് ഒരു ഐറ്റം ഇല്ലായിരുന്നു. ഇത് ഫസ്റ്റതായിട്ടാണ്. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റുകൾ പറയുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ബായ് കാണിക്കുന്നത് കേട്ടോ. എപ്പോഴും എങ്ങനെയായിരിക്കും എൻ്റെ കൈയുടെ ആക്ഷൻസേ. ഇത് വാങ്ങിച്ചിട്ട് ആദ്യം വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഫസ്റ്റത്തെ സൈസായിരുന്നത്.